യേശുക്രിസ്തു ശിഷ്യന്മാരുടെ കൂടെ അവർ നടത്തി 3 വർഷം 3.5 വർഷം അവരെ തൻ്റെ ശിഷ്യന്മാരായിട്ട് നടത്തി. നടത്തിയ ശേഷം താൻ ഇനിയും ലോകം വിട്ടു പോവുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് ശിഷ്യന്മാരോട് യാത്ര പറയുന്ന ഒരു സംഭാഷണമാണ്. സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞു എന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണ്ടത്. നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. നിത്യജീവനെ കൊടുക്കുക എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ആഗ്രഹിച്ചിരിക്കുന്നത്. അതവൻ ചെയ്തു എന്നാണ് പറയുന്നത്. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. അതായത് വെറും 33 വയസ്സേ ആയുള്ളൂ. ആ 33ാമത്തെ വയസ്സിൽ, 33.5 വയസ്സെന്ന് വെച്ചു, ആ വയസ്സിൽ അവന് പറയാൻ കഴിയുന്നു, നീ എനിക്ക് ചെയ്യാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ മുഴുവൻ ഞാൻ തികച്ചിരിക്കുന്നു. ഇത് നമുക്കൊരു ചലഞ്ചായിത്തീരും. കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം എനിക്ക് ചെയ്തു തീർക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? യേശുവിന് അത് ചെയ്തു തീർക്കാനായിട്ട് കഴിഞ്ഞു. യേശുവിൻ്റെ പാദം പിൻപറ്റുന്നവരാണ് നമ്മൾ. അവൻ ചവിട്ടിപ്പോയ ആ വഴിയെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ യേശു പറഞ്ഞതുപോലെ നമുക്കും, കർത്താവെ, നീ എനിക്ക് ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന പ്രവൃത്തികൾ മുഴുവൻ ഞാൻ തികച്ചു എന്ന് പറയത്തക്കൊന്നും പ്രാഗൽഭ്യം നമുക്കുണ്ടോ? ആ പ്രാഗൽഭ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് കർത്താവ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കർത്താവിനോട് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രവൃത്തി നമ്മൾ തികയ്ക്കുക. അത് നമ്മൾ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ്. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. നമുക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കർത്താവിൻ്റെ നാമം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വെളിപ്പെടുത്തി കൊടുക്കണം. വെളിപ്പാടായിട്ട് അവർക്ക് ലഭിക്കണം. അത് നമുക്കുള്ള ജോലിയാണ്. അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കർത്താവിൻ്റെ നാമം നമ്മൾ വെളിപ്പെടുത്തി കൊടുക്കണം. നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത് അതൊരു വലിയ ജോലിയാണ്. നമ്മളെ കർത്താവ് അവനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. ആ നമുക്ക് പരിചയപ്പെടുത്തി തന്നതുകൊണ്ട്, അല്ലെങ്കിൽ വെളിപ്പെടുത്തി തന്നതുകൊണ്ട്, നമ്മളുടെ ചുറ്റുമുള്ളവർക്ക് ഈ കർത്താവിനെ വെളിപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അനേകരും യേശുക്രിസ്തുവിനെ അറിയാതെയാണ്. നമ്മുടെ ചുറ്റും എത്ര ജാതികളാണ്. അവര് കർത്താവിനെ അറിയുന്നില്ല. പിന്നെ രണ്ടാമത്, കർത്താവിനെ അറിയുന്നു എന്ന് പറയുന്ന ആൾക്കാർ പോലും കർത്താവിനെ അറിയാതെ ജീവിക്കുന്ന ആ സാഹചര്യത്തിൽ ഈ കർത്താവിനെ വെളിപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യം നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കഴിയുന്നിടത്തോളം നമ്മുടെ സമയം ഈ കർത്താവിനെ വെളിപ്പെടുത്താനായിട്ട് നമ്മുടെ സമയം ഉപയോഗിക്കണം. അത് നമ്മൾ പറയുന്നത് നല്ലത് തന്നെ, പക്ഷെ നമ്മുടെ പ്രവൃത്തി
നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് അവർക്ക് മനസ്സിലാകാനിടയാകണം. മറ്റുള്ളവരെക്കാൾ ഒരു വ്യത്യാസമുണ്ട്, ഈ മനുഷ്യന് മറ്റുള്ളവരെക്കാൾ ഒരു വ്യത്യാസമുണ്ട് എന്ന് അവർ കണ്ടെത്തണം. ലോകം നമ്മളെ കണ്ടെത്തണം. ഈ യേശുവിനെ കൊടുക്കുന്നവനാണെന്നുള്ളത് അവർ കണ്ടെത്താനായിട്ട് ഇടയായിത്തീരണം. അപ്പോൾ നമ്മുടെ പ്രവൃത്തി വളരെ കർത്താവിന് ഹിതകരമാവണ്ണം നമ്മൾ തികയ്ക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ നമ്മുടെ പ്രവൃത്തി തികച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ അതിന് ഞാൻ ഉത്സാഹിപ്പിക്കുകയും ചെയ്യും. ദൈവം നമ്മളെല്ലാവരും സഹായിക്കും. ഉണ്ടാകട്ടെ. നാം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒരു മണിക്കൂറിലധികമായിട്ട് നാം വചനം വളരെ ശ്രദ്ധയോടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. സൗഹൃദങ്ങളിലൂടെ നമ്മൾ കേൾപ്പിച്ച എല്ലാ വചനത്തിനായിട്ടും ദൈവത്തിന് സ്തോത്രം. നമുക്കൊക്കെയും ഒരു കപ്പാസിറ്റി ഉണ്ട് എല്ലാ കാര്യത്തിനും. അത് ശ്രവിക്കുന്നതിനാണെങ്കിലും അത് ഗ്രഹിക്കുന്നതിനാണെങ്കിലും ആ കപ്പാസിറ്റി ഇപ്പം തന്നെ ബിയോണ്ട് ദ കപ്പാസിറ്റിയാണ് നമ്മൾ. അതുകൊണ്ട് ഞാൻ ഇനി അധികമായിട്ട് ഞാൻ ഇത് പറഞ്ഞിട്ട് നിങ്ങളുടെ ഹൃദയത്തിലുള്ള ആ ചിന്തകളെ ഞാൻ മാറ്റാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ചിന്ത അത് ദൈവനാമ മഹത്വത്തിനായിട്ട് ഓർപ്പിച്ചതുപോലെ യെരുശലേമിലും യഹൂദയിലും ചുറ്റുമുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും അത് വ്യാപിപ്പാൻ തക്കോണം. ആദ്യം തന്നെ അത് നമ്മുടെ ജീവിതത്തിൽ അത് ജീവനായിട്ട് തീരണം. എങ്കിൽ മാത്രമേ അത് നമുക്ക് പ്രതിഫലിപ്പാനായിട്ട് കഴിയുള്ളൂ. അല്ലെങ്കിൽ അത് ആ ഫ്ലോ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ ആരെങ്കിലും ഒരാളെ കാണുമ്പോൾ നമ്മളൊരു സൗമ്യനാണെന്നുള്ളൊരു ഒരു ഒരു മിഥ്യാബോധത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന ഒരു കാര്യമല്ല. അല്ലെങ്കിൽ അവനോട് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഹൃദയത്തിൽ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വ്യത്യാസമാണ് അതുണ്ടാക്കുന്നത്. നമ്മുടെ അവിടെയാണ് നമ്മൾ ഇന്ന് സഹോദരങ്ങൾ നമ്മളെ ഓർപ്പിച്ചതുപോലെ യോഹന്നാൻ സുവിശേഷം 17 This is eternal life, that they may know you, the only true God, and Jesus Christ whom you sent. That they may know you. അതായത് ഏകസത്യമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അപ്പം നാം ഇത് അറിയണം. നമ്മുടെ ജീവിതത്തിൽ അതൊരു ജീവനായി തീരണം. അതിന് ശേഷം നാം അറിയാതെ തന്നെ, അതായത് ഞങ്ങളൊക്കെയും ചിലപ്പോൾ ഓഫീസിലൊക്കെയും പോകുമ്പോൾ ചിലർ കടന്നു പോയതായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. നമ്മളൊരു ലിഫ്റ്റിലേക്ക് കയറുമ്പോൾ ഒരു പ്രത്യേക ഒരു പെർഫ്യൂം അടിച്ചിട്ട് അവിടുത്തെ ഷെയ്ക്കുമാർ ചിലപ്പോൾ വരാണ്. അപ്പോൾ നമ്മൾ ഓർക്കും, ഹി കെയിം, ഐ ലെഫ്റ്റ് ഓൾറെഡി. അപ്പോൾ അദ്ദേഹം ഓഫീസിൽ വന്നിട്ടുണ്ടെന്നുള്ളതിനൊരു ഐഡൻറ്റിഫിക്കേഷൻ എന്താ, അയാൾ കടന്നു പോയ ആ ലിഫ്റ്റിൽ രണ്ടാമത് ഞങ്ങൾ കയറി പോകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകും ആളവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളത്. കാരണം അയാൾ അത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ തന്നെ ദൈവത്തിൻ്റെ ഈ പെർഫ്യൂം, അല്ലെങ്കിൽ നമുക്ക് അനുഭവിച്ചിരിക്കുന്ന ഈ പെർഫ്യൂം നാം അത് സ്പ്രെഡ് ചെയ്തിട്ടാണ് നാം കടന്നു പോകുന്നത്. അത് കൊരിന്ത്യർ പറയുന്ന പോലെ ചിലർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കും ചിലർക്ക് ജീവനിൽ നിന്ന് ജീവനിലേക്കും കടന്നു പോകുന്ന ആ ഒരു വാസന തന്നെ. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കർത്താവ് ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവിനെ നാം അറിയണം. നാം ആ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു പോവുകയും ആ സ്വാതന്ത്ര്യത്തിലേക്ക് മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യുവാനായിട്ട് ഈ കർത്താവ് നമ്മെക്കുറിച്ച് നാം അപ്പോസ്തല പ്രവൃത്തികൾ ഒരു വാക്ക് വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. കാരണം അധികം നമുക്ക് ഗ്രഹിക്കാനായിട്ട് ഒരു കപ്പാസിറ്റി അത് ഓവറാകാൻ പാടില്ല. അത് നമ്മുടെ ജീവിതത്തിൽ ജീവനായിട്ട് തീരണം. നാം അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനത്തിൽ മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഇത് നാം ഏറ്റെടുക്കണം. അതായത് വേറെ ഒരു കാര്യം നമ്മെ രക്ഷയിലേക്ക് നടത്തുകയില്ല. ഒരു കാര്യം മാത്രം, ഒരുവനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. അത് നമ്മുടെ ജീവിതത്തിൽ അത് ജീവനായിട്ട് എടുക്കുകയും അതിലൂടെ നാം മറ്റുള്ളവർക്ക് ഈ ജീവൻ പകരുവാനായിട്ടും ഇടയായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് എന്നെയും താഴ്ത്തി സമർപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ നാഴിക വന്ന കാര്യം കർത്താവ് വ്യക്തമായി അറിഞ്ഞു. അതുപോലെ കർത്താവ് എൻ്റെ ജീവിതത്തിലും കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിപ്പാനും എല്ലാ സമയത്തും കർത്താവിൻ്റെ സമയം നിശ്ചയിച്ചിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പം അവിടെ ഒരിക്കലും സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും
കർത്താവിൻ്റെ ബലമുള്ള കരത്തിൻ്റെ കീഴിൽ താഴ്ന്നു കൊടുക്കാൻ തക്കവണ്ണം കർത്താവ് യേശുവിനെ കഴിഞ്ഞതുപോലെ എനിക്കും കഴിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും കർത്താവിനോട് ഞാനത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവിടെ നിൻ്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിനെ പുത്രനെ മഹത്വപ്പെടുത്തണമേ. വാസ്തവത്തിൽ ഇത് പറയുന്ന എല്ലാ സമയത്തും കർത്താവ് പറയുമ്പോഴൊക്കെ കർത്താവിൻ്റെ ജഡത്തിൻ്റെ ബലഹീനത എന്തു വേണ്ടിയാണെന്ന് കർത്താവിന് അറിയാമായിരുന്നു. ഒരു മനുഷ്യൻ ആയതുകൊണ്ട് എന്തെല്ലാം പരിമിതികളുണ്ടെന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ട് ദൈവമായിരുന്നവൻ മനുഷ്യനായി. അവൻ ദൈവമായിരുന്നപ്പോൾ തന്നെ പൂർണ്ണ മനുഷ്യനായിരുന്നു. ആ കർത്താവ് എത്രമാത്രം പിതാവിനെ മഹത്വപ്പെടുത്താൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് മഹത്വപ്പെടുത്തണമേ എന്ന് പറയുന്നത്. അത് ഈ 13-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. യൂദ പോയി കഴിയുമ്പം അതെ 13-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം, അത് 30 വരെയുള്ളത് നമുക്കറിയാം. യൂദായുടെയും കാല് കഴുകി അവനും അപ്പം നുറുക്കി കൊടുത്തു. അവൻ പോയി കഴിഞ്ഞപ്പം ഇത്രയും കാര്യങ്ങൾ യൂദായെ ഇവന് വേണ്ടി യേശുവിനോട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നിട്ടും, യേശുവിനെ ഒറ്റിക്കൊടുക്കുമെന്ന് അറിഞ്ഞിരുന്നിട്ടും യൂദായെ മരണത്തോളം സ്നേഹിക്കാൻ കർത്താവിന് കഴിഞ്ഞു. യേശു വന്നത് അതിനു വേണ്ടിയാണ്. അപ്പോൾ യേശുവിൻ്റെ ആ സ്വഭാവം എന്ന് പറയുന്നത് അവിടെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യാൻ പിതാവ് യേശുവിനെ സഹായിച്ചു, പരിശുദ്ധാത്മാവ് യേശുവിനെ സഹായിച്ചു. അതുകൊണ്ട് അടുത്ത വാക്യത്തിൽ പറഞ്ഞേ, അവൻ പോയ ശേഷം യേശു പറഞ്ഞത്, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു. ഒരു ഒറ്റിക്കൊടുക്കു എന്ന് പറയുന്ന ഒരു മനുഷ്യനെ എങ്ങനെ അവനോട് എങ്ങനെ ഇടപെടാൻ നോക്കും? സത്യദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിത്യാത്മാവിനാൽ നിഷ്കളങ്കനായി അർപ്പിച്ച യേശു കർത്താവ് ആ നിത്യാത്മാവിനെ എനിക്കും തന്നിരിക്കുന്നു, ഓരോരുത്തർക്കും തന്നിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഒഴിവൊന്നും പറയാനില്ല. കർത്താവേ എന്നെ ഉപദ്രവിക്കുന്നവരാണെങ്കിലും എങ്ങനെയുള്ളവരെ ആണെങ്കിലും ഇതുപോലെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ, പിതാവ് ആഗ്രഹിച്ചത് ഇങ്ങനെയാണ് യൂദായോടെ യേശു ചെയ്യണമെന്ന്, അതുപോലെ ചെയ്തു. അതുകൊണ്ട് പറയുന്നത്, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവവും അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ദൈവം അവനെ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തും, ക്ഷണത്തിൽ അവനെ മഹത്വപ്പെടുത്തും. അപ്പം പിതാവിനെ പുത്രൻ എപ്പോഴും മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നതുകൊണ്ട് പുത്രനെ പിതാവ് മഹത്വപ്പെടുത്തുമെന്ന് അറിയാം. അതുകൊണ്ട് ഇവിടെ 17-ാം അധ്യായത്തിൽ കർത്താവ് വീണ്ടും ധൈര്യമായിട്ട് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. നീ എനിക്ക് തന്ന പിതാവേ, നീ എനിക്ക് ഭൂമിയിൽ ചെയ്യാൻ തന്ന പ്രവൃത്തിയെല്ലാം തികച്ച് നിന്നെ ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ കടലിന്മേലെ നടന്നതും 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതും അതുമാത്രമല്ല, അതൊക്കെ പിതാവ് ചെയ്യാൻ കൊടുത്ത പ്രവൃത്തി തന്നെ. പക്ഷേ ഈ യൂദായെ അവസാനത്തോളം സ്നേഹിക്കുക എന്നുള്ളത് മറ്റേതൊക്കെ യേശുവിന് മഹത്വം കിട്ടുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇത് ആരും അറിയാതെ, ശിഷ്യന്മാർ പോലും യൂദായെക്കുറിച്ച് അറിയാതെ ആ യൂദായോടുള്ള മനോഭാവം, കർത്താവേ അങ്ങനെ പിതാവിനെ മഹത്വപ്പെടുത്താൻ എന്നെ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് ചെയ്യാൻ തരുന്ന പ്രവൃത്തികൾ ഓരോന്നും തികയ്ക്കുവാൻ കർത്താവെ എന്നെ സഹായിക്കണമെന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. മനുഷ്യരുടെ മുമ്പിൽ വിളങ്ങുന്ന പ്രവൃത്തികളല്ല കർത്താവെ, മറിഞ്ഞിരുന്ന് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താനുള്ള ശക്തി എനിക്ക് അധികം തരണമെന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇവിടെ യേശുവിൻ്റെ ജീവനെക്കുറിച്ച്, യേശു ഏകസത്യ ദൈവമായ നിന്നെ അയച്ചിരിക്കുന്ന ക്രിസ്തുവിനെ അറിയുന്നതിന് നിത്യജീവനാകുന്നു, അത് യേശുവിൻ്റെ ജീവനാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ബ്രദർ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അത് ഇന്നലെയും ഇന്നും ഒക്കെ എൻ്റെ ഹൃദയത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നൊരു വാക്യമാണ്. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യൻ്റെ വെളിച്ചമായിരുന്നു. അപ്പോൾ എനിക്ക് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണെന്നൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് വെളിച്ചമായി തീരണമെങ്കിൽ ആ യേശുവിൻ്റെ ജീവൻ ഉണ്ടെങ്കിലേ എനിക്കത് വെളിച്ചമായി തീരത്തുള്ളൂ. യേശുവിൻ്റെ ജീവനാണ് മനുഷ്യരുടെ വെളിച്ചം. എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ലോകത്തിൻ്റെ വെളിച്ചമായിട്ട് എനിക്ക് തീരണമെങ്കിൽ യേശുവിൻ്റെ ജീവൻ എന്നിലില്ലെങ്കിൽ ഞാൻ കുറേ വചനം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കുറേ പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ വേറെ എന്ത് ചെയ്താലും ഈ യേശുവിൻ്റെ ജീവൻ എന്നിലുണ്ടെങ്കിലേ എനിക്ക് മറ്റൊരാൾക്കൊരു വെളിച്ചമായി തീരാൻ ഒക്കത്തുള്ളൂ. അത് ഞാൻ യേശുവിൻ്റെ ജീവൻ എന്നിലുണ്ടെങ്കിൽ വാസ്തവമായ മുമ്പേ തോമസ് അത് പറഞ്ഞ പോലെ അതിൻ്റെ ഒരു സൗരഭ്യം രക്ഷിക്കുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന. ഞാൻ ആരുടെ ഇടയിലായിരുന്നാലും
ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന ദൈവത്തിന് ലഭിക്കണം മുമ്പേ, അത് പിന്നെ എനിക്ക് ചുറ്റുമുള്ളവർക്കും ലഭിക്കണം. കർത്താവെ, അങ്ങനെ ആ യേശുവിൻ്റെ ജീവൻ, യേശു എനിക്ക് നിത്യജീവനെ തന്നിട്ടുണ്ട്. യേശുവിൽ നിന്ന് നിത്യജീവൻ പ്രാപിച്ചവരാണ് ഇവിടെ ഇരിക്കുന്ന അധികം പേരും. ഞാൻ പ്രാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ജീവൻ കർത്താവെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുവാൻ, അത് കർത്താവ് പറഞ്ഞല്ലോ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ഈ ജീവൻ എന്നിൽ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുവാൻ തക്കവണ്ണം, അത് ഒഴുകണമെങ്കിൽ ഒന്ന് ഓരോരുത്തർക്ക് എഴുതിയ ലേഖനത്തിലെ വാക്യവും കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടു, ഈ ആഴ്ചയും കേട്ടു. ആ യേശുവിൻ്റെ മരണം എൻ്റെ ജീവിതത്തിൽ വസിച്ചാൽ മാത്രമേ എന്നിൽ നിന്ന് യേശുവിൻ്റെ ജീവൻ നിറഞ്ഞു കവിഞ്ഞ് പുറത്തോട്ട് ഒഴുകത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ സ്വന്തം ജീവനെ മരണത്തിന് ഏൽപ്പിച്ച്, ഞാൻ എത്രമാത്രം എൻ്റെ സ്വന്തം ജീവനെ മരണത്തിന് ഏൽപ്പിക്കുമോ അത്രമാത്രമേ യേശുവിൻ്റെ ജീവൻ എന്നിൽ നിറയത്തുള്ളൂ. അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ട് അത് നിറയാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, തൻ്റെ ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ വരുന്നവൻ അല്ലാതെ ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അത് വല്ലപ്പോഴും അല്ല, നാൾതോറും ദൈവം അനുവദിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും കർത്താവെ ആ ക്രൂശിനെ അലക്ഷ്യമാക്കി, അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ച ആ കർത്താവിൻ്റെ പാതയിൽ മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് എപ്പോഴും ആ യേശുവിൻ്റെ ജീവനാൽ നിറയപ്പെട്ട് യേശുവിനെ വെളിപ്പെടുത്തുന്ന, യേശുവിനെ എന്നിൽ നിന്ന് എന്നെ തൊടുന്നവർ യേശുവിൻ്റെ ജീവനെ തൊടാനിടയായി തീരണം. നിത്യജീവൻ എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കർത്താവെ, എപ്പോഴും വാക്കിലും നോട്ടത്തിലും പ്രവൃത്തിയിലും എല്ലാം കർത്താവെ യേശുവിൻ്റെ സൗരഭ്യം മറ്റുള്ളവർക്ക് ലഭിക്കാൻ തക്കവണ്ണം കർത്താവെ എന്നെ സഹായിക്കണേ. അതിനുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ആമേൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇങ്ങനെ ഈ കൂട്ടായ്മയിൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൻ്റെ ഒരു വചനം എൻ്റെ ഉള്ളിൽ വന്നത്, യോഹന്നാൻ 8:12, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകും, എന്നെ അനുഗമിക്കുന്നു, എന്നിൽ നടക്കാൻ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും. ആ വെളിച്ചം നമ്മളിലേക്ക് പകർന്നു വന്നതുകൊണ്ട് നമ്മുടെ ഈ ലോകത്തിൽ മറ്റുള്ളവരിലേക്ക് ഈ വെളിച്ചം പകർന്നു കൊടുക്കും. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13-ാം വാക്യം, മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്വനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് ഇങ്ങനെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. മത്തായി 5:16-ാമത്തെ വാക്യം, അങ്ങനെ മറ്റുള്ളവരിലേക്ക് ഈ വെളിച്ചം കർത്താവിൽ നിന്ന് പ്രാപിച്ച് പകർന്നു കൊടുക്കുവാനെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ചെറിയ കൂട്ടായ്മയിലേക്ക് എനിക്ക് കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനം ഏകസത്യതയുമായി നിന്നെയും ഈ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാണ്. എൻ്റെ കർത്താവ് ലോകത്തിൽ വെളിപ്പെട്ട കർത്താവാണ്, ദൂതന്മാർക്ക് പ്രതിഷ്ഠനായ കർത്താവാണ്, തേജസ്സിൽ എടുക്കപ്പെട്ട കർത്താവാണ്, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ട കർത്താവാണ്, ആത്മാവിൽ നീതീകരിക്കപ്പെട്ട കർത്താവാണ്. ഈ കർത്താവിനെ എൻ്റെ ജീവിതത്തിൽ കർത്താവിന് വിശുദ്ധവുമായിട്ട് കണ്ടുമുട്ടുവാനും എൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുവാനും അവസരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്നും ഒരു പ്രാവശ്യം കൂടെ ഈ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ സമർപ്പിക്കുക. അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. നിക്ഷേപം മുൻകൂടാരത്തിൽ പകരുന്നുണ്ട്. ഈ നിക്ഷേപം നമ്മുടെ മുൻകൂടാരത്തിൽ പകരുമ്പോഴാണ് സകലത്തിലും ബുദ്ധിമുട്ടുന്നവരും നിരാശപ്പെടുന്നവരും ഉപദ്രവം അനുഭവിക്കുന്നത് ഉപേക്ഷിക്കപ്പെടാതെ വീണുകിടക്കാൻ നശിച്ചു പോകാതെ കർത്താവിന് വേണ്ടി ജീവിക്കാൻ നമ്മളെ ഓർക്കുന്നു. ഈ ശക്തി പ്രാപിച്ചുകൊണ്ട് നിലനിൽപ്പാൻ തക്കണം ദൈവം എന്നെ സഹായിക്കട്ടെ. പ്രാർത്ഥനയെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സൗരവോടൊന്നിച്ച് കുടിനിരുവാൻ ദൈവം വന്ന സമയത്തിനാണ് ഞാൻ ദൈവത്തിന് നന്ദി കർത്താവിനെ ഏൽപ്പിച്ച വരങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദിവസങ്ങളിലൊക്കെ കർത്താവ് ഹൃദയത്തോട് ഇടപെടുകയായിരുന്നു. സ്തുതിച്ചുള്ള ഭാവം തന്നെ നിങ്ങളിലുണ്ടായിരിക്കും. ഞാൻ പല കടന്നുപോയ ഓരോ സാഹചര്യങ്ങളിലൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കാനായിട്ട് കർത്താവിൻ്റെ ആ ഒരു ഭാവമാണ് എന്നിൽ പല സാഹചര്യങ്ങളിലും എന്നിൽ തന്നെ ഒരു പുകഴ്ച ഉണ്ടാകുന്നുണ്ടോന്നുള്ളത് എനിക്ക്. എന്നുവെച്ചാൽ എനിക്കറിയാം പല ഞങ്ങളിൽ കൂടെ ഇപ്പം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് അറിഞ്ഞ് പല കാര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നു. അങ്ങനെ എൻ്റെ ഹൃദയത്തിൽ എന്നെ ഈ ദിവസങ്ങളിലൊക്കെ എന്നെ ഓർമ്മിപ്പിച്ച ഒരു കാര്യം, നമ്മളിൽ തന്നെ ഒരു ഭാവം എന്നിലുണ്ടാകുന്നത് കർത്താവ് പ്രസാദിക്കുന്ന ഒരു കാര്യമാണോ ഞങ്ങൾ എൻ്റെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്നത്. പ്രാണിയിരിക്കാനോ അല്ലെ മരിക്കാൻ
പറഞ്ഞതുപോലെ കർത്താവിൻ്റെ ഇഷ്ടത എനിക്ക് തന്നെ എൻ്റെ ജഡത്തിൽ എൻ്റെ ശക്തിയാണ് വെളിപ്പെടുന്നത്. അല്ലെ, എനിക്ക് മരിക്കാൻ പല സാഹചര്യങ്ങളിലും കഴിയുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കാൻ ദൈവം സഹായിച്ചു. എന്നുവെച്ചാൽ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിക്കുന്നുണ്ട്, പല കാര്യങ്ങളും നിസ്സാര കാര്യങ്ങളിലായിരിക്കും ചില കാര്യങ്ങളിൽ എൻ്റേതായിട്ടുള്ള ആ ഒരു ബലം, എൻ്റെ ഇഷ്ടം പുറത്ത് വരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾ നിസ്സാര കാര്യമായിരിക്കും. ചിലപ്പോൾ ഞങ്ങളിങ്ങനെ ഈ മാപ്പൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ ചിലപ്പോൾ എനിക്ക് വഴിയൊക്കെ അറിയായിരിക്കും. അന്നേരം ഞാനിങ്ങനെ പറയുന്നത് ഞാൻ പറയും, അപ്പോൾ അതിലെയല്ല ഇതിലാന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചു പോകും. അന്നേരം ഞാൻ എൻ്റെ ഹൃദയത്തിൽ പുറമേ പറയത്തില്ല, പക്ഷെ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് പക്ഷേ അങ്ങനെയൊക്കെയുള്ളത് വരും. അന്നേരം ഞാൻ എപ്പോഴും ഓർക്കും, മരിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് മരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഏറ്റു പറയുകയാണ്. എനിക്ക് അപ്പം തന്നെ മാനസാന്തരപ്പെടും, പക്ഷെ എന്നാലും എൻ്റെ ഹൃദയത്തിലൊക്കെ വരും. അതുപോലെ അന്നേരം കർത്താവ് എന്നെ ഓർമ്മിപ്പിച്ച് തരുന്നുണ്ട് പല കാര്യങ്ങളും. ദൈവത്തിൻ്റെ സ്നേഹം കർത്താവ് കൊരിന്ത്യർ 4 പറയുന്നുണ്ടല്ലോ, യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണ ശരീരത്തിൽ എപ്പോഴും വഹിക്കണം. ഞങ്ങളുടെ മർത്തി ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങളെല്ലാവരും പോലും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ആ ജീവൻ നമ്മളെ വെളിപ്പെടണമെങ്കിൽ പല സാഹചര്യത്തിൽ നമ്മൾ മരിക്കേണ്ടതായിട്ടുണ്ട്. അന്ന് കർത്താവിനെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. അതുപോലെ ഇന്ന് നമ്മൾ കേട്ട പോലെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാറ് ഞങ്ങൾ ആദ്യം മുതലേ തന്നെ ഞങ്ങൾ നാട്ടിൽ വന്ന സമയം മുതൽ തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് കർത്താവ് ദൈവത്തിൻ്റെ ഇഷ്ടം. ദൈവത്തിന് ഞങ്ങളെക്കുറിച്ചൊരു പ്ലാനുണ്ട്. ഞങ്ങൾ എവിടെ ആയിരിക്കണം എന്നുള്ളത് കർത്താവ് മുൻ നിയമിച്ചിട്ടുണ്ട്. അത് പക്ഷേ അത് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം ആ ഇഷ്ടം. അതൊരു എനിക്ക് ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചയിലൊക്കെ എനിക്ക് മനസ്സിലാകും തോന്നി, കർത്താവ് എന്താ ഒരു അവിടെയും അല്ല ഇവിടെയും അല്ലാത്ത ഒരു എന്താ കർത്താവ് എന്നൊക്കെ ഞാൻ മനസ്സിലിങ്ങനെ ഓർത്ത് ഞാൻ കർത്താവിനോട് ചോദിക്കുകയായിരുന്നു, എവിടെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കർത്താവിൻ്റെ ഇഷ്ടം മാത്രം മതി എൻ്റെ ജീവിതത്തിൽ, അല്ലാത്ത ഒന്നും വേണ്ട എന്തായിരുന്നാലും. പക്ഷേ ദൈവം എന്നോട് സംസാരിച്ചു പല കാര്യങ്ങളും എല്ലാം ഉണ്ട്, പക്ഷേ നമ്മളെ പഠിപ്പിക്കേണ്ട ഒരു വഴിയാണ് എന്നെ അതിൽ കൂടെ കടത്തിക്കൊണ്ടുപോകുന്നത്. അതുപോലെ ഫ്ലാറ്റിൽ ഞങ്ങൾ എറണാകുളത്തായിരിക്കുമ്പോഴും പല കാര്യങ്ങളും ഉണ്ട്, പക്ഷെ പല കാര്യങ്ങളും നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കാര്യം എടുക്കാൻ പോലും അവിടാന്നോ എവിടാന്നോന്ന് അറിയാത്തതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ അന്നേരം അപ്പോഴൊക്കെ കർത്താവ് എന്നോട് സംസാരിച്ച് എന്നെ പഠിപ്പിക്കുന്ന ഒരു വഴിയാണ്. എന്നെ ആ സാഹചര്യത്തിൽ കൂടെ കർത്താവ് പഠിപ്പിക്കുന്ന ഒരു വഴിയാണെന്ന് ദൈവം എന്നോട് സംസാരിക്കുകയായിരുന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് നടത്തുന്ന വഴിയിലൂടെ നടപ്പാൻ എല്ലാത്തിലും കർത്താവിൻ്റെ ആ ജീവൻ അധികമായിട്ട് വെളിപ്പെടാൻ എന്നില്ല, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ നാമം മാത്രം ഞങ്ങൾ ചെയ്തതുകൊണ്ടല്ല, ദൈവത്തിൻ്റെ നാമം അതിലൂടെ മഹത്വം എടുക്കാനിടയാകുന്നു. അതിനായിട്ട് ഞാനും ആഗ്രഹിക്കുന്നു. എന്നിൽ ഒത്തിരി കുറവുകളുണ്ട്. കർത്താവ് പക്ഷെ ഒരുപാട് എന്നെ സഹായിക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അധികമായിട്ടുള്ള ശക്തി തന്ന് ഓരോ ദിവസവും അങ്ങനെ ഒരു ജയത്തോടെ കർത്താവ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നടപ്പാനും മുമ്പോട്ട് ഓടുവാനും ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ദൈവനാമമാണ്. ഇന്ന് ഒരു നിത്യജീവൻ, അതായത് എന്ന് പറയുമ്പം പലപ്പോഴും മരിച്ചതിന് ശേഷം ഉള്ള ജീവിതം പലപ്പോഴും നമ്മൾ കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന്, പക്ഷെ അത് അല്ല, ദൈവത്തെ അറിയുന്നതാണ് നിത്യജീവൻ എന്നുള്ളത് ഇന്ന് കേട്ടത്. എനിക്ക് പല സാഹചര്യങ്ങളും വരുമ്പം പല കാര്യങ്ങളും ഇപ്പം തന്നെ ഇത്രയും വർഷമായി കർത്താവിനെ ഇപ്പം കുറേ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അപ്പം അതുപോലെയൊക്കെ തന്നെ ജീവിച്ചാൽ മതി എന്നുള്ളൊരു ചിന്ത. പക്ഷെ അതല്ല, കൂടുതലും യേശുക്രിസ്തു പിതാവിനെ ഓരോ
സെക്കൻഡും അവിടെ തന്നെ ആയിരുന്നു ഫോക്കസ്. ആ ഫോക്കസിലൂടെയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തതെന്നുള്ളത് അതായിരിക്കും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദൈവം. അല്ലാതെ നമ്മൾ പലപ്പോഴും ജസ്റ്റ് നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യണം, അതിലെ തന്നെ ഫോക്കസ് ആയി കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ നമ്മളങ്ങ് ഒരു എന്താ പറയുന്നത്, സങ്കീർത്തനം 16:11 പറഞ്ഞപ്പം പറഞ്ഞല്ലോ, അതായത് ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ ഇൻ ഹിസ് പ്രസൻസ് ഇസ് ദ ഫുൾനെസ് ഓഫ് ജോയ്. ശരിക്കും അവിടെ നിന്നാണ് നമുക്ക് എന്തെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് കഴിയുന്നത്. അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് പല കാര്യങ്ങളും കുറേ കഴിയുമ്പോൾ നമുക്ക് നമ്മളെന്തൊക്കെയോ ചെയ്തു, ഇനിയിപ്പോൾ ചിലപ്പോൾ ഒന്നും ചെയ്യാതെ ഇരിക്കുമ്പോൾ നമുക്കൊരു ബോറടി അങ്ങനെയൊക്കെ വരും. പക്ഷേ ശരിക്കും കർത്താവിൻ്റെ പ്രസൻസിൽ ഒരു ബോറടിയും കാര്യങ്ങളും ഒന്നുമില്ല. എപ്പോഴും അവിടെ തന്നെ ആയിരിക്കാനും, അതുപോലെ ഈ വചനം വായിക്കുന്ന കാര്യം, അതായത് ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ വചനത്തിലാണുള്ളതെന്നുള്ളത് എനിക്ക് ഇത്രയും ചലഞ്ചിങ് ആയിരുന്നു. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എൻ്റെ ആഹാരം എന്ന് കർത്താവ് പറഞ്ഞു. അതുപോലെ ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ വചനം. അപ്പോൾ എനിക്ക് ആ ഒരു വചനം വായിക്കാനുള്ള ഒരു ആഗ്രഹം എത്രമാത്രം ഉണ്ട് എൻ്റെ ലൈഫിൽ. അതോ എനിക്ക് കുറേ കാര്യങ്ങൾ എൻ്റേതായിട്ടുള്ള അതായത് തോമസ് ബ്രദർ പറഞ്ഞപ്പോഴും ഈ ദൈവത്തെ അറിയുക, അത് അറിയണമെങ്കിൽ ബൈബിള് നമ്മൾ എന്തെങ്കിലും ജോലിക്ക് പോകുന്നതിന് മുമ്പേ 2 മിനിറ്റ് വായിച്ചെന്ന് വിചാരിച്ച് അറിയത്തില്ല ശരിക്കും വചനം. അതുപോലെ നമ്മൾ സക്രറിന് കേട്ടിട്ടുണ്ട്, സ്വർഗത്തിൽ ചെല്ലുമ്പം ഇങ്ങനെ ആമോസിനെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരാളെ അറിഞ്ഞിട്ട് പോലും ഇല്ലെന്ന്, നിങ്ങൾ അങ്ങനെ ഒരാളുണ്ടായിരുന്നോന്ന് അങ്ങനെ ആകരുത്, അങ്ങനെ ഇടയാകരുത്. എത്രയോ മീൻസ് നമുക്ക് സ്വന്തമായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ അതുപോലെ ത്രൂ ദ ബൈബിളും വേഴ്സും എല്ലാം നമ്മുടെ ചർച്ചിൽ അത്രമാത്രം സക്രറിൻ്റെ ആ ഒരു സ്റ്റഡീസും എല്ലാം ഉണ്ട്. അതെല്ലാം എത്രമാത്രം ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഒത്തിരി ബാക്കി ഡോക്ടേഴ്സിൻ്റെ കൂട്ടല്ല, ഞാൻ ഓൾമോസ്റ്റ് ആ ഒരു ഹാഫ് ഡേ ഡ്യൂട്ടി കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമുള്ള പല സമയങ്ങളും ഒത്തിരി ഫ്രീ ടൈം എനിക്കുണ്ട്. മറ്റുള്ളവർ അതിന് ശേഷം വീണ്ടും ഒത്തിരി പണം ഉണ്ടാക്കാനായിട്ടും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവരെ ജഡ്ജ് ചെയ്തുകൊണ്ട് നേരെ സമയം കളയാം, പക്ഷേ ആ സമയമെല്ലാം പ്രയോജനമായിട്ട് ആക്കി തീർക്കാനായിട്ട് ഞാനും ആഗ്രഹിക്കുന്നു. ഒരു വട്ടം കൂടെ നമ്മളെല്ലാവരും എനിക്കായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ കൂടുതലായിട്ട് ദൈവത്തോട് അടുക്കുവാനും രക്ഷിക്കപ്പെടാൻ വേണ്ടി ആദ്യം പ്രാർത്ഥിക്കണം. പിന്നെ പഠിക്കുന്ന കാര്യത്തിലാണെന്ന് പ്രാർത്ഥിക്കണം. പിന്നെ അതിന് ദിവസം ഞാൻ 10-20 മിനിറ്റുള്ള ഒരു സാഹചര്യം വചനം കേട്ടോ, അത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിനകത്ത് മെയിനായിട്ടുള്ള ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 മിനിറ്റുള്ളവരും അതിനകത്ത് എന്താ അപ്പനെ അമ്മയും കീഴടങ്ങിയിരിക്കാനാണ് പറയുന്നത്. അതിനകത്ത് ഉദാഹരണമായിട്ട് പറയാൻ നമ്മൾ ഒരു യേശു 12 വയസ്സുള്ളപ്പോൾ യേശു പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ക്രിക്കറ്റൊക്കെ അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഓരോ ആൾക്കാരുള്ളപ്പോൾ അവരടുത്ത ബാറ്റിങ് യേശുവിൻ്റെ. അപ്പം യേശുവിന് ബാറ്റിങ് അവസരം കിട്ടപ്പോൾ യേശുവിൻ്റെ അമ്മ മറിയ വിളിച്ചിട്ട് ഇങ്ങോട്ട് എനിക്കിവിടെ കുറച്ച് ഹെൽപ്പ് ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പോൾ തന്നെ യേശു ഇപ്പം അവിടെ വെച്ച് അവരോട് പറഞ്ഞു എന്നെ അമ്മ വിളിക്കാൻ ഞാൻ പോവാ. അപ്പോൾ അവരെല്ലാം യേശുവിനെ കളിയാക്കി, മമ്മാസ് പോയി എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ യേശു പ്രതികരിച്ചില്ല. അപ്പം അതിനകത്ത് ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം അവരെ വിളിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് എന്ന് അവർ പറയും, പക്ഷെ അത് 55 മിനിറ്റ് എന്നാണ് അവരുടെ ആണ്. സ്വയമായിട്ട് ഞാൻ കളിക്കാൻ പോകുമ്പോഴും 5:45 അമ്മ എന്നെ വിളിക്കും, ഞാൻ പിന്നെ കയറുന്ന 6:30 ആകുമ്പോൾ. അപ്പം അവിടെ അതിനകത്ത് പറയുന്ന കീഴടങ്ങിയിരിക്കാനും. പിന്നെ ഇന്നൊരു വചനം കേട്ടു, നമ്മൾ എപ്പോഴും നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ യേശുവിനെ നമ്മുടെ ഭർത്താവിനെ നമ്മൾ മുമ്പിൽ വെച്ച് നടക്കുകയെന്ന് കേട്ടു. പിന്നെ നമ്മളെല്ലാവരും എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഞാൻ പലപ്പോഴും ഈ ചർച്ച പറയുന്ന വചനങ്ങളെല്ലാം എനിക്ക് അവിടെ വന്ന് കുറേ പറയണമെന്നുണ്ട്. പക്ഷെ എനിക്ക് 2-3 ആഴ്ച ഞാൻ പോകും. കാരണം എനിക്ക് അവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ എനിക്ക് പറയാനുള്ളതല്ല ഞാൻ പറഞ്ഞു. പിന്നെ വീടിനെ കുറിച്ചും ആ കാറിനെയും ഞാൻ ഒപ്പയും കുടുംബത്തോട് പ്രാർത്ഥിക്കുന്നു.